പല ആർട്ടിസ്റ്റ് പല രീതിയിൽ പാടും. അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. I will not say that ആ പാട്ട് is wrong or എൻ്റെ ചെവി പൊത്തില്ല, ഞാൻ കേൾക്കേണ്ടാവില്ലായിരിക്കാം, ബട്ട് ഐ വിൽ നോട്ട് സേ ദാറ്റ് ഇസ് റോങ്. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. കർണാട്ടിക് മ്യൂസിക്കിന് അല്ലെങ്കിൽ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഒരു എലീറ്റിസം ഉണ്ടോ? അതായത് മ്യൂസിക്കിന്റെ ഒരു പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഇതൊരു സർട്ടൻ ക്ലാസ്സിന് മാത്രമായിട്ട് മാറി നിൽക്കുന്നതാണ് ശുദ്ധ സംഗീതം അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം, കർണാട്ടിക് ഹിന്ദുസ്ഥാനി ഏതുമായിട്ട്. അങ്ങനെ ഒരു നോം ഇപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്, അറ്റ്ലീസ്റ്റ് നമ്മളങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. കേരളത്തിൽ ആ വാദം അത്ര ശരിയല്ല. കാരണം കേരളത്തിൽ നമ്മളൊരു തീർച്ചയായിട്ടും ഒരു 75 കൊല്ലമായിട്ടെങ്കിലും നമ്മൾ ഇത്തരം നോഷൻസിനെ നമ്മൾ പൊളിച്ചെഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ നെയ്യാറ്റിൻകര വാസുദേവൻ, യേശുദാസ്, ഹൈദരാലി മാഷ് കഥകളി സംഗീതത്തിൽ, ശങ്കരൻ എമ്പ്രാന്തിരി, അവന് ഞാൻ പറയണത് നമ്മുടെ ഈ എലൈറ്റിസ്റ്റ് നോഷനാണ്, അല്ലെങ്കിൽ എലൈറ്റിസ്റ്റുകളുടെ ഒരു സങ്കേതമാണ്, അവർക്ക് മാത്രമേ ഇത് പാടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വാദം പൊളിച്ചൊരു സംസ്ഥാനമാണ് പക്ഷേ ഇന്നും മറ്റ് ഇപ്പോൾ തമിഴ്നാട് പോലുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ആന്ധ്ര പോലൊരു സ്ഥലത്ത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഹൈലി ചെന്നൈ സെൻട്രിക് ആണ് ഇതൊന്നും. എസ്പെഷ്യലി ഡ്രവീഡിയൻ പാർട്ടീസ് ദേവർ ഹൈലി ആൻറ്റി ക്ലാസിക്കൽ. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത്തരം ശാഖകളെ മനഃപൂർവ്വം തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടു ട്രൂത്ത്ഫുള്ളി ആൻസർ യുവർ ക്വസ്റ്റ്യൻ, കർണാടക സംഗീതത്തിന് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പെനിട്രേഷനിൽ ഇറ്റ് ഹാസ് പെനിട്രേറ്റഡ് അക്രോസ് കമ്മ്യൂണിറ്റീസ്, അക്രോസ് ക്ലാസ്, അക്രോസ് കാസ്റ്റ്. ഇൻഫാക്ട് കേരള ഇസ് ദി ആൻസർ ടു ദ കേരളം എന്നുള്ള സംസ്ഥാനം തന്നെ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സംഗീത സംസ്കാരം തന്നെ is the answer to your question, that it still thrives and it has been able to penetrate എന്നുള്ളത്. പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിൻ്റെ അല്ലാത്തൊരു മറ്റ് ഒരു സംസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ യു ആർ റൈറ്റ്, കേരളത്തിൻ്റെ പോലെയുള്ള ഒരു ഓണർഷിപ്പ് മറ്റ് സംസ്ഥാനത്തിൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ് കുറച്ച് ആളുകളെ അത് പാടുന്നുള്ളൂ, ഒരു കമ്മ്യൂണിറ്റി അത് പാടുന്നുള്ളൂ. അത് ഈ മ്യൂസിക് എഡ്യൂക്കേഷൻ ഇല്ലായ്മ, അതായത് ഇൻ ദ സെൻസ് സാധാരണക്കാരുടെ ഇടയിൽ മ്യൂസിക് എഡ്യൂക്കേഷൻ ഇല്ലായ്മയുടെയും കൂടി ഒരു പോരായ്മയാണ് അത്. നേരത്തെ പറഞ്ഞ ഒരു പൊളിറ്റിക്കലി യു ആർ കീപ്പിംഗ് അവേ. ഇൻഫാക്ട് നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് പാർട്ടീസ് ആസ് വെൽ ആസ് ദ കോൺഗ്രസ്, ഈ രണ്ട് പാർട്ടികളും കർണാടക സംഗീതം, ഇൻഫാക്ട് ഏതോ ഒരു പാർട്ടി കോൺഗ്രസ്സിൽ ആലത്തൂർ ബ്രദേഴ്സിൻ്റെ കോൺസേർട്ട് വെച്ചിട്ടുണ്ട് CPM. അപ്പോൾ ഇത്തരം ഒരു എന്താണ് ഇൻക്ലൂസിവിറ്റി ഈ പൊളിറ്റിക്കലി തന്നെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രസീവ് തോട്ട്സും ഒക്കെ ഇതിനെ അലൈൻ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഹസ് ഹെൽപ്ഡ് എ ലോട്ട്. അല്ല, യേശുദാസിൻ്റെയും ഹൈദരാലിയുടെയും എക്സാമ്പിൾ പറയുമ്പോഴും ഇതിനൊരു കാസ്റ്റ് ആൻഡ് റിലീജിയൻ ഒരു ബാരിയർ ഉണ്ട്. അതായത് ഹിന്ദു ബ്രാഹ്മണർക്ക് പാടാനുള്ളതാണ് കർണാടിക് സംഗീതം എന്ന ഒരു ധാരണ പൊതുവിലുണ്ട്. ഓഫ്കോഴ്സ് യേശുദാസ് ഉണ്ട്, പക്ഷേ യേശുദാസ് ഒരു അബറേഷനാണ്. ഹൈദരാലി ഉണ്ട്, ഒരു അബറേഷനാണ്. എന്താ ലിറിക്സ് എഴുതുന്നതിലാണെങ്കിൽ യൂസഫ് അലി കേച്ചേരി ഒരു അബറേഷനാണ്, അതൊരു നോമല്ല. ആ മാറ്റത്തെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അതൊരു താങ്കൾ ഈ പറയുന്ന പോലെ കേരളത്തിൽ അങ്ങനെ ശരിക്കും മാറിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് മുഴുവനായിട്ട് മാറി എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഇന്നലെ നടന്ന കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ അപ്പോൾ അതിന് മുമ്പ് കൂടൽമാണിക്യത്തിൽ തന്നെയാണ് ഒരു മുസ്ലിം ആർട്ടിസ്റ്റ് മൻസിയുടെ ഒരു ഇഷ്യൂ വന്നത്, ഭരതനാട്യം. അപ്പോൾ ഇത് മുഴുവൻ മാറി എന്നൊന്നും അല്ല ഞാൻ പറയണത്. പക്ഷേ വാട്ട് ഐ എം സെയിങ് ഈസ് ദാറ്റ് ദർ ഇസ് ഹോപ്പ് ദാറ്റ് സച്ച് എന്താണ് പിന്നാക്കം വലിക്കണ ഫോഴ്സസ് ആർ സോർട്ട് ഓഫ് ഫിസ്ലിംഗ് ഡൗൺ എന്നുള്ള ഹോപ്പാണ് എനിക്കുള്ളത്. ഐ കനോട്ട് സേ ദാറ്റ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് ഓൾ കാസ്റ്റ് ക്രീഡ്. അങ്ങനെയല്ല, അങ്ങനെ സംഭവിക്കില്ലല്ലോ. അങ്ങനെയുള്ള ഫോൾസ് നോഷനിൽ ജീവിക്കാനും അല്ല ഞാൻ ശ്രമിക്കണം. അതും പ്രൊപ്പഗേറ്റീവും അല്ല. സി, ഡിസ്ക്രിമിനേഷൻ ഐ ഫീൽ ഇസ് എ വെരി I think it's a very natural thing which has happened. You call it by gender, you call it by caste, you call it by class. I have faced discrimination. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രയോ വർഷങ്ങളായിട്ട് ആളുകളുടെ മുകളിൽ പലതരത്തിലുള്ള പ്രഷേഴ്സ് ഉണ്ടായിരിക്കുന്നു, എനിക്കും ഉണ്ടായി. ദ മൊമെൻറ്റ് ദറ്റ് യു ഫീൽ ദാറ്റ് ഓക്കെ, they are discriminating, but I am okay with it, I am going to
ഫൈൻഡ് മൈ ഓൺ വേസ് ടു എന്താ പറയുക ടു ഓവർകം ദീസ് ഇഷ്യൂസ് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ കഥാർട്ടിക് പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു. ആൻഡ് സോ എന്നെ അത് വറി ചെയ്യണില്ല. ഡിസ്ക്രിമിനേഷൻ ഡസ് നോട്ട് വറി മീ. കാരണം എനിക്ക് എൻ്റെ വഴിയുണ്ട്. എനിക്ക് എൻ്റേതായ രീതിയിൽ എനിക്ക് എന്താണ് എൻ്റെ സ്പിരിച്വൽ ഓർ മ്യൂസിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ എനിക്കറിയാം, പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് പറയില്ല. പക്ഷേ മറ്റൊരാൾക്ക് അത് സാധിക്കണില്ല, അതിനുള്ള സർക്കംസ്റ്റൻസ് കൊടുക്കണില്ല എന്നറിയുമ്പോൾ നാച്ചുറലി വിഷമമാണ്. ഒരു കുട്ടിക്ക് നന്നായിട്ട് നൃത്തം ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ അയാളെ ഒരു സ്ഥലത്ത് വിളിക്കില്ല എന്ന് പറയുമ്പോൾ നാച്ചുറലി നമ്മൾ ആസ് എ ഫെലോ ഹ്യൂമൻ ബീയിങ് യു ഫീൽ ഇപ്പോഴും സിസ്റ്റം ശരിയായിട്ടില്ലല്ലോ എന്നുള്ള തോന്നലുണ്ടാവാറുണ്ട്. ഐ കനോട്ട് ഡിനൈ ദാറ്റ്. I'm not questioning you, പക്ഷേ ശ്രീവത്സൻ ജെ മേനൻ, ഈ മേനൻ എന്ന ഒരു ഒരു ജാതി പേരിൽ സൂക്ഷിക്കുന്ന താങ്കൾക്ക് സ്വാഭാവികമായിട്ടും ഇതിലൊരു ഉത്തരവാദിത്വമില്ലേ? എന്ത് ചെയ്യാൻ? അതായത് ഈ പറയുന്ന എലീറ്റിസ്റ്റ് കൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ദ വേ, പക്ഷെ അത് അങ്ങനത്തെ കൾച്ചറെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇത് ഒരു ക്ലാസ്സിന് മാത്രമാണ് എന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിൽ താങ്കൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? അതെ, ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? എനിക്ക് മ്യൂസിക് എഡ്യൂക്കേഷൻ കൊടുക്കാം, എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാം, എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളെ എനിക്ക് പാട്ട് പറഞ്ഞു കൊടുക്കാം. എൻ്റെ മനസ്സിൽ എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്ന പോലെ തന്നെ ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾക്കും പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴല്ലേ അങ്ങനെ സംഭവിക്കണം. അതാണ് ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഐ എം സ്റ്റഡിയിങ് ഫോക്ക് ആർട്സ്, ഐ എം സ്റ്റഡിയിങ് ഫോക്ക് കൾച്ചർ, ഐ എം ഡോക്യുമെൻറ്റിങ് ഫോക്ക് കൾച്ചർ. അത് കുറച്ച് വലുതാണ്, എന്തെങ്കിലും ഞാൻ പറയാം. ഈ ഫോക്ക്, കേരളത്തിലെ ഫോക്ക് കൾച്ചർ എന്ന് പറയുന്നത് സംഘം കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 3000 ഫോക്ക് അല്ലെങ്കിൽ അനുഷ്ഠാന കലകൾ കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ ഈ കൊച്ചു പ്രദേശത്ത് തന്നെ 3000 കലകളുണ്ട്. ഇതിൽ ഏകദേശം 2000 അന്യം നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് എക്സ്റ്റിങ്ക്റ്റ്. ബട്ട് ദർ ആർ പീപ്പിൾ നൗ ഹു ആർ ട്രൈങ് ടു പ്രിസർവ് ദീസ് ഫോംസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് വി ആർ വിഷ്വലി ഡോക്യുമെൻറ്റിങ് ദീസ് ആർട്ട് ഫോംസ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രം ദ ലെൻസ് ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ ഇപ്പോൾ പടയണി, തെയ്യം, മുടിയേറ്റ്, മുടിയെടുപ്പ്, പറണേറ്റ്, ഇത്തരം ഫോംസിനൊക്കെ ഈ കമുകിൻ്റെ പാള പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഐ വാസ് ടെല്ലിങ് പറഞ്ഞത് നമ്മുടെ ഇൻ്റർവെൻഷൻസ് പറയുക ഞാനായിരുന്നു. കമുകിൻ്റെ പാള എങ്ങനെയാണ് പ്രധാനമാണെന്ന് വെച്ചാൽ എല്ലാ കോലങ്ങളിലും കമുകിൻ്റെ പാള കൊണ്ടാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അതെ. അപ്പോൾ ഞങ്ങൾ ഇത് ഡോക്യുമെൻ്റ് ചെയ്യുന്ന സമയത്ത്, പടയണി ഡോക്യുമെൻ്റ് ചെയ്യുന്ന സമയത്ത് അതിലത്തെ ഇതിൻ്റെ ഒരു ആർട്ടിസാൻ എന്നോട് പറഞ്ഞു, നോക്കൂ ഇത് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ തന്നെ പ്രശ്നം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവണേ. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ എന്താണെന്ന് ഇയാൾ പറയണമെന്ന് മനസ്സിലായില്ല. സോ വാട്ട് ഹി മെൻറ്റ് വാസ്, ഞങ്ങൾ പുതിയ ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് അരക്കനട്ട് കൊടുക്കുമ്പോൾ ഈ പാളയുടെ വലിപ്പം കുറയും. നട്ടീൽഡ് വളരെ വലുതാണ്, പക്ഷേ പാളയുടെ വലിപ്പം കുറയും, മാത്രമല്ല അത് ബ്രിട്ടിലുമാണ്, അത് ഫ്ലെക്സിബിൾ ആവണില്ല. അപ്പോൾ ഇത് അവർക്കൊരു വലിയൊരു പ്രോബ്ലമായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോഴാണ് യൂണിവേഴ്സിറ്റി വി കെയിം ബാക്ക്, നമ്മൾ എന്താ സംഭവിച്ചതെന്ന് നോക്കി. അങ്ങനെ ഞങ്ങൾ ഈ ദക്ഷിണ കന്നഡ ഭാഗത്തുള്ള കാസർഗോഡൻ ലോക്കൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അരക്കനട്ട്. അതിൻ്റെ സീഡ്ലിങ്സ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ ആയിരുന്നു പണ്ട് ഈ ഫോംസിലൊക്കെ, അതായത് എവിടെയൊക്കെ ഇത്തരം ഫോംസ് ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഇങ്ങനത്തെ പാളകൾ ഇതിൻ്റെ നാടൻ അരക്കനട്ട് പാംസ് വെച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. സോ നൗ വി ഹാവ് സ്റ്റാർട്ടഡ് സപ്ലൈയിങ് കാസർഗോഡൻ ലോക്കൽ സീഡ്ലിങ്സ് ടു ദീസ് കമ്മ്യൂണിറ്റീസ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൾച്ചറൽ, നമ്മുടെ എന്താ പറയുക, മൈക്രോ കൾച്ചേഴ്സിനെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ത്രൂ ഡോക്യുമെൻറ്റേഷൻ മാത്രമല്ല, ത്രൂ ടെക്നോളജി, ഹൗ ടു ഇൻ്റർവീൻ. സോ ഫോർ മൈ കോൺട്രിബ്യൂഷൻ ഇസ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇറ്റ് വാസ് എൻ ഐ ഓപ്പണർ. കാരണം നമ്മൾ പലപ്പോഴും കേരളത്തിൻ്റെ മ്യൂസിക് സംസ്കാരം പറഞ്ഞാൽ താളം അല്ലെങ്കിൽ മേളപ്രധാനമാണ് കേരളത്തിൻ്റെ സംഗീതം എന്നൊരു ഞാൻ തന്നെ പല സ്ഥലത്തും പല സെമിനാറും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ആസ് ഐ ഗോ ത്രൂ ഓൾ ദീസ് ഐ റിയലൈസ് ദാറ്റ് ഇത്തരം പല ചെറിയ സംസ്കാരങ്ങളിലും
വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ട്യൂൺസ് അല്ലെങ്കിൽ നേറ്റീവ് ട്യൂൺസ് പല സംസ്കാരങ്ങളിലും ഉണ്ട്. അത് നശിക്കാതെ നമ്മൾ സൂക്ഷിക്കണം, നശിപ്പിക്കാതെ നമ്മൾ സൂക്ഷിക്കുകയും വേണം. അങ്ങനൊരു വലിയ ബാധ്യത നമ്മളുണ്ട്. കർണാടക സംഗീതത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇത്തരം ഫോംസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു നേരത്തെ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി. ഐ ഫീൽ ഐ എം മോർ റെസ്പോൺസിബിൾ ബിക്കോസ് ഇന്ന് ഈ പൊസിഷനിൽ നിന്ന് നോക്കി കാണാൻ പറ്റുന്ന വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഒരു യൂണിവേഴ്സിറ്റിക്ക് അത് ചെയ്യാൻ സാധിക്കും. ഞാനതിൻ്റെ ഭാഗമായതുകൊണ്ട് ഐ എം ഏബിൾ ടു ഡു ദാറ്റ്. ഇങ്ങനെയാണ് എൻ്റെ ഈ അന്വേഷണത്തിൽ പല ട്യൂൺസിലേക്കും നമ്മൾ പോയി എത്തുമ്പോൾ ഇപ്പോൾ പടയണി തന്നെ എടുക്കുക. പടയണിയുടെ ഒരു ട്യൂൺ തന്നെ മറ്റൊരു സംസ്കാരത്തിലും കാണാത്ത ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ളൊരു ട്യൂണാണ്. അല്ല, ഒരു ട്യൂൺ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്യൂൺ. പടയണിയിൽ പല പാട്ടുകളുമുണ്ട്. ഇപ്പോൾ ധിമ്മി തക്ക താക്കു താക്ക ഞാൻ പറയണ സിലബിൾ ശരിയല്ല. ധിമ്മി തക്ക താക്കു താക്ക തോം 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 ധിമ്മി തക്ക താക്കു താക്ക തോം ദ തോം തോം തോം. ഞാൻ ഈ പറയുന്ന തോം എന്നുള്ള വാക്കുകൾ തെറ്റാണ്, പക്ഷേ ട്യൂൺ ഇതാണ്. അരക്കി യക്ഷി എന്ന് പറയുന്ന ഒരു പടയണിയിൽപ്പെട്ടതാണിത്. ഈ ഒരു ട്യൂൺ കേരളത്തിൻ്റെ മറ്റൊരു സംസ്കാരത്തിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല. ഇത് കർണാടക സംഗീതമല്ല. ഈ എത്രയോ വർഷങ്ങളായിട്ട് ഈ പടയണിക്കരകൾ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു ട്യൂണിനെ ഒരു സബ് കൾച്ചറിൻ്റെ ട്യൂണിൻ്റെ ഓണർഷിപ്പ് എടുക്കുകയാണ് അവർ. ഈ വി ഓൺ ദിസ് ട്യൂൺ എന്നുള്ള ഒരു അർത്ഥത്തിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഭഗവതി പാട്ട്, പൊറാട്ട്, പാലക്കാട് പൊറാട്ട്, കന്യാർകളി ഒക്കെ റിച്ച് ട്രഡീഷനാണ്. ശാസ്താംപാട്ട്, സർപ്പം പാട്ട്, തുള്ളൽ പാട്ടുകൾ, താളത്തിൻ്റെ ഒരു വെറൈറ്റി പറയുകയാണെങ്കിൽ അർജുന നൃത്തം പോലെയുള്ള കലകൾ നമ്മുടെ തുള്ളലിനെക്കാട്ടിലും പഴമയുള്ളതാണ്. തുള്ളലിൽ ഉപയോഗിച്ചിട്ടുള്ള താളങ്ങൾ മുഴുവൻ അർജുന നൃത്തത്തിൽ നിന്ന് വന്നിട്ടുള്ള താളങ്ങളാണ്. കേരളത്തിനൊരു വ്യക്തമായിട്ടുള്ള താള പദ്ധതിയുണ്ട്. ഏകചൂഴാതി താള പദ്ധതി എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദ കർണാടക സംഗീതം. സൂളാതി താളത്തിനെക്കാട്ടിൽ ഡിസ്റ്റിങ്ക്റ്റ്. അപ്പോൾ വാട്ട് ഐ എം സേയിങ് ഈസ്, ഇത്തരം വലിയൊരു യൂണിവേഴ്സിലേക്കാണ് ഞാൻ എന്താ പറയുക കണ്ണ് തുറന്ന് നോക്കിയത്.